Hi dear student. Next topic is dimension. എന്താണ് dimension നോക്കാം. The dimension of a finite dimensional vector space is defined as number of vectors in the basis V. V എന്നുള്ള ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ number of vectors in the basis V. Basis of V. It is denoted by dimension of V. It is denoted by dim V, dimension എന്നതിന്റെ short form. Now, നമുക്കറിയാം 0 is a vector space. 0 എന്നുള്ള vector space ന്റെ പ്രത്യേകത, the vector space 0 has dimension 0 ആണ്. കാരണം 0 is linearly dependent. അപ്പോൾ 0 വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റ് ആണ്. എംപ്റ്റി സെറ്റ് ഇസ് ദ ബേസിസ് ഫോർ 0 വെക്ടർ. അപ്പൊ 0 വെക്ടറിന്റെ ബേസിസിൽ എലമെന്റ്സ് ഇല്ല. 0 ബേസിസ് എലമെന്റ് അല്ല, കാരണം 0 is linearly dependent. Therefore, empty set is the basis of 0 vector, 0 space, and so 0 space has dimension 0. Now, what about the dimension of Rn? Rn എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ ബേസിസ് എന്താണ്? ബേസിസ് the set E1, E2, extra En. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി 1, ബാക്കിയൊക്കെ 0. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എൻട്രി 1, ബാക്കിയൊക്കെ 0. En എന്ന് പറഞ്ഞാൽ nth എൻട്രി 1, ബാക്കിയൊക്കെ 0. So this is the basis for Rn, and dimension of Rn is the number of elements in the basis. That's equal to n. Now, what is the dimension of n? n is the space of polynomials of degree less than or equal to n. What is the basis? 1, x, x square, etc., x raised to n. ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. x എന്ന് പറഞ്ഞാൽ x raised to 1 ആണ്. ഇവിടെ തന്നെ n എലമെന്റ്സ് ഉണ്ട്, പിന്നെ ഒന്നുകൂടി ഉണ്ട്. സോ ഡയമെൻഷൻ ഓഫ് Pn ഈക്വൽ ടു n plus 1, റൈറ്റ്? അപ്പൊ ഡയമെൻഷൻ ഓഫ് P2 എന്ന് പറഞ്ഞാല് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അപ് ടു 2 ആണ്. അപ്പൊ ഇതിന്റെ ബേസ് 1ഉം എക്സും എക്സ് സ്ക്വയറും ഉണ്ടാവും. എത്ര എലമെന്റ്സ് ഉണ്ട്? അപ്പൊ ഡയമെൻഷൻ ഓഫ് P2 ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, ബേസിസിൽ 3 എലമെന്റ്സ് ഉണ്ടാവും. അതാണ് കാരണം. കോൺസ്റ്റന്റ് എന്നുള്ളൊരു കേസ് കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി മെട്രിക്സ് ഓഫ് ഓർഡർ m, n, m by n, collection of matrices of order m by n. Let's say vector space. What is the dimension? Dimension of this equal to m n. That is dimension of m
n equal to n into n or n square. In particular, dimension of the matrix M22, 2 by 2 matrix in the dimension and it's a vector space that has dimension 4. കാരണം നമുക്കറിയാം അതിന്റെ ബേസിസ് എലമെന്റ് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ബേസ് നമുക്കറിയാം 1 0 0 0, the second 1 0 1 0 0 0 0 1 0 0 0 0 1. So there are 4 elements in the basis. Therefore, dimension equal to 4. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഡയമെൻഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഇസ് എ റിസൾട്ട്. തിയർ ആണ്, ഇതിന്റെ പ്രൂഫ് ആവശ്യമല്ല, പക്ഷെ ആ തിയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ് വി ബി an n-dimensional vector space and v1 v2 etc vn be the basis. First one, if a set in V has more than n vectors, then it is linearly dependent. Second one, if a set in V has fewer than n vectors, then it does not span. അപ്പോൾ നോക്കുക, ബേസിസ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ വേണം. ഒന്ന് ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം, രണ്ട് സ്പാൻ ചെയ്യുവാണ്. അപ്പൊ സെറ്റിനെ സ്പാൻ ചെയ്യണമെങ്കിൽ എന്താവണം? n വെക്ടേഴ്സ് വേണം, റൈറ്റ്? എന്നിനേക്കാളും കുറഞ്ഞാല്, അതായത് ഡയമെൻഷൻ എത്രയാണോ അതിനേക്കാളും കുറഞ്ഞാല് സ്പാൻ ചെയ്യാൻ കഴിയില്ല, അതിനേക്കാളും കൂടിയാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും. ഒരു ഉദാഹരണം നോക്കുക. R3യില് ഒന്നോ രണ്ടോ എലമെന്റ് ആണെങ്കിൽ അതിന് R3നെ സ്പാൻ ചെയ്യാൻ കഴിയില്ല. 3 എലമെന്റ് ആണെങ്കിൽ മാത്രമേ R3ക്ക് ഏത് ബേസിസിലും എത്ര എലമെന്റ് ഉണ്ടാവും? 3 എലമെന്റ് ഉണ്ടാവും. ഇപ്പൊ 3ൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇപ്പോ 1 0 0 0 1 0 അല്ലെങ്കിൽ 0 1 1 1 1 0 പിന്നെ 1 0 1. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാം. ഇത് ഏതാണ് വെക്ടർ? സോറി, ഈ വെക്ടേഴ്സ് ഏതിലുള്ള വെക്ടേഴ്സ് ആണ്? R3യിലാണ്. R3യുടെ ഡയമെൻഷൻ എത്രയാണ്? 3 ആണ്. 3നേക്കാളും കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ്. റൈറ്റ്? സോ അതേപോലെ R3യിൽ നമ്മളൊരു കളക്ഷൻ എടുത്തത് 1 1 0 0 1 1. So can this be a basis for R cube? This may be linearly independent, but this cannot span R cube. കാരണം രണ്ട് വെക്ടറിന് ഒരിക്കലും R ക്യൂബിനെ സ്പാൻ ചെയ്യാൻ കഴിയില്ല. രണ്ട് വെക്ടറിന് ഒരിക്കലും R ക്യൂബിനെ സ്പാൻ ചെയ്യാൻ കഴിയില്ല. 3 വെക്ടറിനെ R ക്യൂബിനെ സ്പാൻ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നമ്മളെ റിസൾട്ടിൽ പറയുന്ന കാര്യം. ഓക്കെ, space
span of S. If S equal to V1, V2, etc. VR, span of S is the span of S contain all the linear combinations of V1, V2, etc. VR. So span of S uh, span the set S, right? Or S spans S. S span ചെയ്ത് കിട്ടിയാൽ ഈ V1 ഉം V2 etc. VR ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷനും ആണ് span of S ൽ ഉണ്ടാവുക. If S is linear, I mean, if the vectors in S is linearly independent, if V1, V2, etc. VR is linearly independent, then span S is a vector space. What is the dimension? And ഇത് span ചെയ്യും span S നെ ഇതിന്റെ linearly independent കൂടിയാണെങ്കിൽ and dimension of span S എന്തായിരിക്കും? If S is linearly independent, this dimension of span is equal to R. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം 110 and V1 equal to 110, V2 equal to 011. These two are vectors in R3. പക്ഷേ ബേസിസ് അല്ല, R3ന്റെ ബേസിസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സ്പാൻ ഓഫ് V1 എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ K1 into 110 plus K2 into 011. K1, K2 scalars, and it belongs to R. What is that set? ഇതാണ് span of the set V1, V2. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമുക്കറിയാം. അപ്പോ ഇത് ചെയ്താൽ കിട്ടുക K1 അടുത്ത K1 plus K2 അടുത്ത K2. K1, K2 belongs to R. This collection is a subspace of R cube, and this space has dimension 2, right? Next one is solution space. Solution space. The solution space നമുക്കൊരു system of homogeneous equations തന്നിട്ടുണ്ട്. Find a basis for the dimension of a solution space of the homogeneous system. നമുക്കറിയാം homogeneous സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സ്പേസ് വെക്ടർ സ്പേസ് ആണ് നമുക്കറിയാം. ഇതാണ് വലിയ ഇക്വേഷൻസ് ആണ്. x1 plus 3x2 minus 2x3 plus x4 ന്റെ ടേം ആബ്സെന്റ് ആണ്, 2x5 plus x6 ന്റെ ഇത് ആബ്സെന്റ് ആണ്. First equation is 2x1 plus 6x2 plus 8x plus 8x4 8x4 കഴിഞ്ഞിട്ട്
plus 4x5 plus 18x6 equal to 0. ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എക്കലോൺ ഫോമിൽ ഇതിനെ റെഡ്യൂസ് ചെയ്യാം, കോഎഫിഷ്യന്റ് മെട്രിക്സിനെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് വരിക? കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്താണ് വരിക? കോഎഫിഷ്യന്റ് മെട്രിക്സ് ഫസ്റ്റ് റോ 1 3 -2 0 2 0. Second row 2 6 -5 -2 4 -3. Third row 15. Last row 2 6 0 8 4 8. കോഎഫിഷ്യന്റ് മെട്രിക്സ് കുറച്ച് അധികം എൻട്രീസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആണ്. ഇനി 1ന്റെ താഴെ ഇവിടെയും സീറോസ് ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ 0 ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഓപ്പറേഷൻ ചെയ്യാൻ? ലെഫ്റ്റ് സൈഡിൽ ഏതാണ്? R2 gives R2 minus 2R1, R4 gives R4 minus 2R1. ഇപ്പൊ എന്തായിരിക്കും ആ മെട്രിക്സ് വരെ നോക്കാം. ഫസ്റ്റ് റോ 1 3 -2 0 2 0. Second row 0 6 -6 0 -5 plus 4 -1 -5 plus 4 -2 4 -4 0 പിന്നെ -3 -0 -3. Okay. And the third second row അങ്ങനെയാണ്. Third row already ഇതന്നെയാണ് 0 0 5 10 0 -15. And the last row is 0 upright ചെയ്താൽ 0 6 -6 again 0 പിന്നെന്താണ് വരിക? 0 -2 into -2 4 പിന്നെ 8 -0 8 4 -4 again 0 പിന്നെ 18 -0 18. ആണ് അവിടെ വരുന്നത്. ഈ 18 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോ ഇവിടെ +50. ഓക്കെ. അപ്പോ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് ഈ എൻട്രി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുക. അങ്ങനെയാണ് ഇവിടെ 1 ആക്കണേ R2 gives R2 by -1 അല്ലെ R2 into -1 ചെയ്താലും മതി. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ
5 കൊണ്ടുകൂടി ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഇത് മാത്രം ചെയ്താൽ മതി. ബാക്കി നമ്മളുടെ അടുത്ത മെട്രിക്സ് എന്ന് പറഞ്ഞാല് 1 3 -2 0 2 0 എന്നാണ് ഫസ്റ്റ് റോ. യെസ്. സെക്കൻഡ് റോ 0 0 0 1 2 0 3. Third row 0 0 5 10 0 15. Last row 0 0 4 8 0 18. Okay. അപ്പൊ ഇനി ഇത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? R3 gives R3 minus 5 R2. R4 gives R4 minus 4 R2. ഇപ്പൊ എന്താണ് വരിക? ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഒന്നുമില്ല. സോറി, R1 മാറ്റാം. R1 gives R1 plus 2 R2. അപ്പോ 1 3 ഇതിന് വ്യത്യാസം ഉണ്ടാവില്ല. -2 plus 2 0 ആവും. 0 plus 2 into 2 4 ആവും. 2 plus 0 2 ആവും. 0 plus 2 into 3 6 ആവും. ഓക്കെ. ഇനി സെക്കൻഡ് 0 0 1 2 0 3. തേർഡ് 0 കംപ്ലീറ്റ് 0 കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? ഏത് 0 5 minus 5 10 minus 10 0 minus 0 15 minus 3 into 5 15 0. And next one is 0 0 4 minus 4 8 minus 8 2 minus 0 minus 0 and 18 minus 18 minus 24 അല്ലേ? 18 minus 12 ആണ് വരിക. 18 minus 12 ആണ് വരിക. അപ്പോ 6 വരിക ഇവിടെ. ഇത്രയാണ് വരിക. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് ഇക്വേഷനെ ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയി. നമുക്ക് ആകെ ചെയ്യാല് R3നെ R4 gives R4 by 6 ആക്കുക. അത് വെച്ചിട്ട് ഇവിടെ 0 ആക്കുക. അത്രേ ചെയ്യാനുള്ളൂ. 1 3 0 4 2 0 6 സോറി 6. പിന്നെ 0 1 0 2 0 0. പിന്നെ തേർഡ് റോ എൻറ്റയർലി 0. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല. ലാസ്റ്റ് റോ 0 0 0 0 0 1 ഇവിടെ ഉണ്ട്. ഈ 1 ഉപയോഗിച്ചിട്ട് തൊട്ട് മുകളിൽ 0 ഉണ്ടാക്കുക. R1 gives R1 minus 6 R4. ഇപ്പൊ ഫസ്റ്റ് റോയില് വീണ്ടും 1 3 0 4 2 0 0 0 0 രണ്ടാമത്തെ അല്ല ഇവിടെയാണ് വേണ്ടത്. 0 0 1 0 ഇതാണ് നമുക്ക് കിട്ടുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇതിന് ഇപ്പൊ നമ്മളുടെ ഇക്വേഷൻസ് ഇങ്ങനെ മാറും. x1 plus 3x2 plus 0x3 plus 4x4 plus 2x5 equal to 0. ഇവിടെ x3 plus 2x4 equal to 0. Now 0 equal to 0. Last one x5 equal to 0. If x5 equal to 0 എന്നുള്ളതിൽ നിന്ന് മുകളിലും 2x5 ഉണ്ട്. സോറി, മുകളിൽ 2x5 അല്ലല്ലോ.
x6 equal to 0 ആണ് വരിക. x6 equal to 0. x6 equal to 0 ബാക്കിയിലൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. x6 equal to 0 ആയി പോയി. ബാക്കിയുള്ളത് നോക്കാം. x6 equal to 0 ആയി പോയി. ഇനി ബാക്കിയുള്ള വെക്ടേഴ്സ് നോക്കാം. x3 x4. യെസ്, ഈ ബാക്കി എത്ര? അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്, 6 അൺനോൺസും ഉണ്ട്. അപ്പോ 3 വേരിയബിളിന് കോൺസ്റ്റന്റ് പുട്ട് ചെയ്യാം. 3 വേരിയബിളിന് കോൺസ്റ്റന്റ് ഉണ്ട്. x6 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര വേരിയബിൾ സോൾവ് ചെയ്യണം? 5 വേരിയബിൾ സോൾവ് ചെയ്യണം. അപ്പൊ 3 വേരിയബിൾ നമുക്ക് കോൺസ്റ്റന്റ് പുട്ട് ചെയ്യാം. അപ്പൊ കോൺസ്റ്റന്റ് പുട്ട് ചെയ്യണ ഏതിനൊക്കെ ആയിരിക്കും നല്ലത്? നമുക്ക് x4 ഒരു കോൺസ്റ്റന്റ് പുട്ട് ചെയ്യാം, പിന്നെ x5 ഒരു കോൺസ്റ്റന്റ് പുട്ട് ചെയ്യാം, പിന്നെ x2 ഒരു കോൺസ്റ്റന്റ് പുട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പുട്ട് x2 equal to a, അല്ലെങ്കിൽ x2 equal to a, എന്താണ് x4 equal to b, x5 c. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തേന്ന് x3 equal to -2 x4 കിട്ടും, -2b കിട്ടും. ആദ്യത്തേന്ന് x1 equal to -3x2. -3x2 പറഞ്ഞാൽ -3a. പിന്നെന്താണ് വരിക? -4x4 എന്ന് പറഞ്ഞാൽ -4b. പിന്നെ -2x5 -2c. x1 ഇത് കിട്ടി, x2a, x3b, x4b ഇങ്ങനെ കിട്ടി. അപ്പൊ നമ്മളുടെ സൊല്യൂഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. x1ഉം x2ഉം x3ഉം x4 x5 x6 equal to 0 കിട്ടി. ഇനി ഇതിൽ നമുക്ക് സൊല്യൂഷൻ സ്പേസ് കണ്ടെത്താം. Now what is x1, x2, x3, x4, x5, x6 equal to x1 is -3a, -4b, -2c. x1, x2 is a, x3 is -2b, x4 is b, x5 is c, x6 is 0. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കാം, ഇത് എന്റെ ഇങ്ങനെ നോക്കാം. ആദ്യത്തെ -3a ഫസ്റ്റ് കമ്പോണന്റ് എ. ബാക്കി ആദ്യം എ ഉള്ള ടേം മാത്രം എഴുതാം. എ ഉള്ള ടേം മാത്രം, റൈറ്റ്. പ്ലസ് ബി ഉള്ള ടേം മാത്രം എഴുതാം. ബി ആദ്യത്തെ ടേമിൽ -4 കിട്ടും. പിന്നെ എന്റെ 0 ആയിരിക്കും, -2 1, റൈറ്റ്. 0 സോറി, -2b b. പിന്നെ സി ഉള്ള ടേം എഴുതാം. സി ഉള്ള ടേം ഏതാണ്? -2c 0 0 0 c 0. ഈ 3 ടേമുകളുടെ ആദ്യ ഇക്വേഷന് സി എ പുറത്തെടുക്കുക. സി ഇൻറ്റു എ ഇൻറ്റു, റൈറ്റ്, 3 1 0 0 0 പ്ലസ് ബി ഇൻറ്റു -4 0 -2 1 0 0 -2 0 0 0 1 6
is spanned by the three vectors 3, 1, 0. These three vectors can be shown to be linearly independent. ഈ മൂന്ന് വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോ ഈ എന്താ പറയാ നമ്മളുടെ ഈ solution space is generated by three vectors. So this is span of these three vectors. So in the span, so therefore the vectors, these vectors are v1, v2, v3. ഇതാണ് v1 എന്ന് പറഞ്ഞാൽ, ഇതാണ് v2 പറഞ്ഞാൽ, ഇതാണ് v3 പറഞ്ഞാൽ ഈ മൂന്ന് വെക്ടേഴ്സ് ഇതിന്റെ ബേസിസ് ആണ്. Therefore dimension of the